എന്ത് വെയിലാണ് ഇപ്പൊ ഈ വെയിലത്തൊന്നും പണിയെടുക്കാൻ കഴിയില്ലേ. വേറെ പരിപാടി തുടങ്ങണടാ. ബിസിനസ് ആയിട്ട് തുടങ്ങണമെങ്കിൽ എന്ത് നമ്മളത് വേണ്ടേ? 5 പൈസയില്ലാത്ത നമ്മളെന്ത് ബിസിനസ് തുടങ്ങാനാണ്? എടാ അത് നമ്മൾ സാധല്ലേ? ഏത് സാധനാ? എടാ 2 മാസം മുമ്പ് വരെ നമ്മളെ പെയിന്റിങ്ങിന് പണിയെടുത്ത സാധനം എനിക്ക് ഓർമ്മയില്ലേ? എടാ ഓനിപ്പം വലിയ വണ്ടിയിൽ എടുത്തിട്ട് വന്നിട്ടുണ്ടല്ലോ. ഓയടാ അത് സാധനമൊന്നല്ല. ഓനിക്ക് ചായ കുടിക്കാൻ വരെ പൈസ ഇല്ല, അങ്ങനത്തെ തന്നെ വണ്ടി എടുത്തിട്ട് പോണ്ടേ. അല്ലടാ രമേശേ, നീ പണിക്ക് പോയിട്ട് വരുന്നാ? എടാ സാധ നീ എന്നെ ഇത് എന്നെ കണ്ടിട്ട് തിരിയുന്നില്ലല്ലോ. നീ ഭയങ്കര സെറ്റപ്പാന്നല്ലോ ഇപ്പോ. എന്നാ പരിപാടി? അതല്ല പറയാണ്ട് രമേശ, വലിയ കഥയാ. ഒരു മിനിറ്റ്, ഞാനങ്ങ് വരാം, ഇറങ്ങി വരാം. നമുക്ക് ആരെങ്കിലും ഇരുന്നിട്ട് പറയാം. എടാ സാധ നീ എന്നാ ഇപ്പം പരിപാടി? പെയിന്റിങ്ങിന്റെ പണിക്കെല്ലാം പോക്കണ്ടാ? അല്ലടാ, പെയിന്റിങ്ങിന്റെ പണിയിൽ നിർത്തിയിട്ട് അത്ര ആയടാ. ഇപ്പൊ പുതിയ ബിസിനസ്സാണ്, ഫുൾ സെറ്റപ്പ്. പൈസേനെ കൊണ്ട് കളിയാന്ന്. അതെന്ത് ബിസിനസ്സാടാ നീ ചെയ്യുന്നത്? എടാ നിന്റെ അടുത്ത് 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാ, അത് എടുത്തിട്ട് വാ. 2 ലക്ഷം ഉറുപ്പ്യ ആക്കി ഞാൻ തരും. 1 ലക്ഷം ഉറുപ്പ്യ ഇട്ടാൽ 2 ലക്ഷം ഉറുപ്പ്യ കിട്ടും. ഇരട്ടിപ്പിക്കലാണ് പരിപാടി. നീ ഏടുന്നെങ്കിൽ അഡ്ജസ്റ്റ് ആയിട്ട് 1 ലക്ഷം ഉറുപ്പ്യം കൊണ്ട് വാ. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് 2 ലക്ഷം ഉറുപ്പ്യ ആക്കി ഞാൻ തരും. അങ്ങനെ നമുക്ക് പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. നിനക്ക് താല്പര്യം ഉണ്ടാ? നമുക്ക് കിട്ടാല പൈസ. എൻ്റെ തേടുന്ന ഞാൻ പോക്കാ, നമുക്ക് പണിയുണ്ട്. എൻ്റെ അടുക്ക് കേടുന്നാടാ പൈസ. ഒരു ഉറപ്പില്ലാത്ത സമയം. എനിക്കറിയില്ല എൻ്റെ സ്ഥിതി. എടാ നീ ഏടുന്നെങ്കിലും ആക്കിയിട്ട് കൊണ്ടാടാ. ഓളെ സ്വർണ്ണം കാറ്റുണ്ടാ, അത് വെക്ക്. അല്ലെങ്കിൽ ആരെങ്കിലും കുടുംബക്കാരെ കണ്ട് സ്വർണ്ണം കാറ്റും വിട്ടിട്ട് പൈസ ആക്കിയിട്ട് പാ. നിനക്കും പെയിന്റിൻ്റെ പണി നിൽക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് ലാവിഷായിട്ട് ജീവിക്കാം. എടാ എന്നാലൊരു കാര്യം ചെയ്യാം. ഓളടയ്ക്ക് ഒരു മാലയുണ്ട്, അതൊന്ന് കിട്ടുമോ നോക്കട്ടെ. ഓ ഏട്ടൻ വന്നാ നല്ല സന്തോഷത്തിലാണല്ലേ ഇന്നേ? ആ സന്തോഷത്തിലാന്ന്. അതെല്ലാം കൊണ്ടാണ് എന്നോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. അല്ല അതാണ് ഇത്ര സന്തോഷമുള്ള കാര്യം? പണ്ട് എൻ്റെ പേരെ പണിയെടുത്ത സാധനം അറിയെങ്കിൽ ഓനിപ്പോ ആരാന്ന്. പൈസക്ക് പൈസ, വണ്ടിക്ക് വണ്ടി, ഫുൾ സെറ്റപ്പാ. എല്ലപ്പ ഓർക്കൊന്നും ഒന്നും ഇല്ലാത്തല്ലേ ഓറങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയായേ? അതല്ല എന്നോട് ഞാൻ പറയാൻ വന്നേ. ഓനിപ്പോ പൈസ സർട്ടിഫിക്കലിന്റെ പരിപാടിയാ പോലും. ഓന് 1 ലക്ഷം ഉറുപ്പ്യ ഇട്ടിട്ട് 2 ലക്ഷം ഉറുപ്പ്യ കിട്ടി. അതിനുശേഷം ഓൻ 10 ലക്ഷം ഇട്ടിട്ട് 20 ലക്ഷം കിട്ടി. ഓ അതെയോ? ഓനിപ്പോ 20 ലക്ഷം ഉറുപ്പ്യ പോലും ഇടാൻ പോകുന്നേ. ഓൻ അടുത്ത മാസം 40 ലക്ഷം ഉറുപ്പ്യ കിട്ടും പോലും. 40 ലക്ഷം? നമുക്ക് 1 ലക്ഷം ഉറുപ്പ്യ കിട്ടാലോണേ. അതിന് നമ്മളെടുക്കി ഇടുന്ന പൈസ ഇവിടെ കുറിയുടെ പൈസ വരെ കൊടുത്തില്ല. അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ടപ്പാ. അയ്യ ആ പുതിയ മനസ്സിൽ വെച്ചാ മതി കേട്ടിനാ. ഈ മാല വിറ്റാൽ നമുക്ക് 4 ലക്ഷം ഉറുപ്പ്യ കിട്ടും. ആ 4 ലക്ഷം ഉറുപ്പ്യ ഓന് കൊണ്ടു കൊടുത്താൽ നമുക്ക് അടുത്ത മാസം 8 ലക്ഷം ഉറുപ്പ്യ കിട്ടും. അപ്പൊ ഇതിനാട്ടി വലിയ മാല നമുക്ക് വാങ്ങിക്കൂടെ? എന്റെ മാലയും തരൂലേ? ആകെ നീ ഒരു മാലയേ ഉള്ളൂ. അമ്മ ഇത് കേൾക്കുന്നില്ല അമ്മേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കമ്മേ. ഗണേ നീ പറയുന്ന കേൾക്കുന്നില്ലേ? നിന്റെ ആ മാലയങ്ങ് കൊടുക്ക്. 4 ലക്ഷം കിട്ടിയാൽ അടുത്ത മാസം നിനക്ക് 8 ലക്ഷം ആക്കിയിട്ട് ഇവൻ കൊണ്ടു തരൂലേ. പിന്നെ നാന്ന് പേടിക്കേ? അത്ര വിശ്വാസം ഇല്ലാണ്ട് പോയാ നിനക്ക് ഇവനാ? അമ്മ പറഞ്ഞോണ്ട് മാത്രം ഞാനിത് തരുന്നേ. 8 ലക്ഷമുള്ള 10 ലക്ഷം ആക്കിട്ട് കൊണ്ടു തന്നോളൂ. ആയിക്കോട്ടെ, ഇത് ഞാൻ കൊണ്ടു കൊടുത്തിട്ടെ. എടാ അമീർ, ഇന്റെ ആയില്ല, ഒന്ന് വേഗം നോക്കടാ. നീ ബ്രഷും പാട്ടൊന്നും കേട്ട് ബേ പോയി മാറ്റിട്ട് വന്നിട്ട് വേപ്പോവാന്നാക്കലാ. നിനക്ക് നിങ്ങൾ തിരക്ക്. എടാ ചങ്ങായിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആടാ. ഞാൻ രാവിലെ മുതലേ വിളിക്കുന്നുണ്ട്. 4 ലക്ഷം ഉറുപ്പ്യ ഞാൻ കൊടുത്തേ ഓളെ സ്വർണം വെച്ചിട്ട്. എടാ നീ പൈസ കൊടുത്തനെ? ഞാൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എടാ 1.5 മാസമായിടാ പൈസ കൊടുത്തിട്ട്. 8 ലക്ഷം ഉറുപ്പ്യ തരാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിന്. എടാ വേഗം നോക്കടാ, നമുക്കൊന്ന് പോയി നോക്കാലോ ഓന. എടാ ഓനെ എവിടെ പോയി തപ്പാനാടാ? ഇയാളോട് ചോദിച്ചു നോക്കാം. നിനക്ക് ഈ സാഹദിനെ അറിയോ? സാഹദിന്റെ വീട് അറിയോ? ഏത് സേതാടാ? ആ മറ്റേ സാഹദില്ലേ പൈസ എല്ലാം അർപ്പിക്കുന്ന ആ പുതിയ ജീപ്പെല്ലാം എടുത്തേ? എടാ ആ സേതാ നിങ്ങളുടെ മതിയായിട്ട് ഇടപാടുണ്ടേനാ? പൈസ കൊടുത്ത നിങ്ങൾ എനിക്ക്? ആയിക്ക ഇവ 4 ലക്ഷം രൂപ കൊടുത്തണ പോലും ഓളെ സ്വർണ്ണെല്ലാം പണി വെച്ചിട്ട്. നിങ്ങൾ 4 ലക്ഷം കൊടുത്ത എനിക്ക് അത് പോയിനെ കേട്ടാ. ഓനിപ്പോൾ അത് പോലീസാണ് പരക്കപ്പായല്ല. ഓൻ ബോംബലാത്ത ആളുമില്ലേ. ഓൻ പറ്റിക്കാത്ത ആളില്ല. ഉള്ള ആൾക്കാരെ മൊത്തം പറ്റിച്ച ആ പൈസയും കൂടെ പോയിന്. നിങ്ങൾ ഇത് നോക്കിയേ. ഉയ്യന്റെ ഭഗവാൻ, എൻ്റെ ഓളെ പൊഞ്ഞു പോയല്ലോ.